ഇത് കുട്ടികളൊക്കെ പോകുന്ന റോഡാണ്. ഇത് റോഡിൻ്റെ അടുത്ത് നിന്ന് 1.5 മീറ്റർ വിട്ടിട്ടാണ് ഈ ട്രാൻസ്ഫോമർ. ഇത് നമ്മളെ ഒളവറ, മാവിലങ്ങാട്, ഉളിയം, അങ്കമ്പാടിയുടെ പരിസരത്തായിട്ട് വരും. ഇത് റോഡിൽ നിന്ന് 1.5 മീറ്ററാണ് ഈ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. ഇത് അപകട സ്ഥിതിയിലാണ്. ഇത് വയറൊക്കെ നിലത്ത് മുട്ടിയിട്ടാണ് ഉള്ളത്. ഇത് വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇതിലെ കുട്ടികളെല്ലാം പോകുന്നതാണ്. ഇതിനൊരു കമ്പി വേലി നമ്മൾ ഇതിന് വേണ്ടപ്പെട്ട ഒരാളോട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആളെ കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതിനൊരു നടപടി ചെയ്തിട്ടില്ല. ഇതിന് കൃത്യമായിട്ട് നമുക്കിതിന് ഒരു കമ്പി വേലി ചുറ്റും കെട്ടേണ്ടതാണ്. ഇത് കുട്ടികളൊക്കെ ഇതിലേ വരുമ്പം ഇതിന് വന്നിട്ടായിരിക്കും അവർ പിടിക്കൽ. കുട്ടികൾക്ക് അറിയാവില്ല ഇതെന്താണെന്ന് സംഭവം. ഇവിടെ നിന്നെല്ലാം കളിക്കുന്ന റോട്ടിൽ നിന്നെല്ലാം കുട്ടികൾ സൈക്കിൾ എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ ഇതിനൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത് എടുത്തിടുന്നത് വെച്ചാൽ ഇത് പറഞ്ഞിട്ട് ഇതുവരെ ആരും ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇത് കണ്ടിട്ട് അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ഇതാ വളരെ അപകടസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതാ കുട്ടികൾ കളിക്കുമ്പോൾ ഇതിൽ റോഡിൻ്റെ അടുത്ത് ഇതോ 1.5 മീറ്റർ ഇത്രേ ഉള്ളൂ. കുട്ടികൾ കളിക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയ തലക്ക് ചെറിയൊരു മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു ചെക്കനുണ്ടായിരുന്നു ഇവിടെ. ആ ചെക്കൻ ഒരു ദിവസം വന്നിട്ട് ഈ ട്രാൻസ്ഫോമറിനാണ് വന്നിട്ട് ചാരി നിന്നത്. ഇതിൻ്റെ ചാരി നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് പിന്നെ അറിയിച്ചിരുന്നു. വേണ്ടപ്പെട്ടവരോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു അപകടസ്ഥിതിയിലാണ്, അപ്പം ഇതിനൊരു കമ്പി വേലി കെട്ടണം എന്നുള്ള ഒരു സൂചന നമുക്ക് കൊടുത്തിരുന്നു. ഇന്നേ വരെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ട് കാണുന്നില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അധികൃതരും ഇതിനൊക്കെ കാത്തു നിൽക്കുന്നത്. അതിനു മുമ്പേ ഈ വീഡിയോ കണ്ടിട്ട് അതിന് ഒരു വേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇതൊരു സൂചന മാത്രമാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്.